നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൗറീഷ്യസിൽ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അതെവിടെയാണെന്ന് പറയുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പോർട്ട് ലൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. പോർട്ട് ലൂയിസിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അതിൽ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ പേരാണ് സിതാദേൽ ഫോർട്ട്. ഈ സിതാദേൽ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ വേർഡാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിറ്റിൽ സിറ്റി എന്നാണ്. നമുക്കറിയാം, നമ്മൾ ഈ മൗറീഷ്യസിൽ ബ്രിട്ടീഷുകാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് നമ്മളിത് ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആയിട്ട് മാറിയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. നമ്മളെങ്ങനെയാണ് മൗറീഷ്യസിൽ ഇന്ത്യൻ വന്നത് അങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ സിതാദേൽ ഫോർട്ടിന് ഒരുപാട് ചരിത്രപരമായ കഥകളുണ്ട് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, 4 ചുറ്റുമതിലുകൾക്ക് ഉള്ളിൽ എന്ന് നമുക്ക് പറയാം കേട്ടോ. നല്ല പവർഫുള്ളായിട്ടുള്ള കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇവരിത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം 1830 1840 കാലഘട്ടത്തിലാണ് ഈ ഒരു ഫോർട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 240 അടി ഉയരത്തിലാണ് ഈ ഒരു പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ പോർട്ട് ലൂയിസിൽ നിന്നിട്ട് 240 അടി ഉയരത്തിലാണ് ഈ ഒരു പ്ലേസ് ഉള്ളത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പീരങ്കിയും പിന്നെ അതേപോലെ ചുറ്റിലും പല പല കാര്യങ്ങളുണ്ട്. ഇതെന്തിനാണ് ഇവിടെ നിർമ്മിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൗറീഷ്യസിനെ ശത്രുക്കളിൽ നിന്നിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന പീരങ്കിയിൽ എല്ലാം ആ കാലഘട്ടത്തിൽ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒരു ഉത്തരമില്ല. കാരണം നമുക്കറിയില്ല അത് അത്രയും വർഷം പഴക്കം ചെന്നതാണോ എന്ന്. ചിലതിലൊക്കെ നമ്മുടെ ഈ വർഷങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലത് ജസ്റ്റ് ഒരു ഡെമോ പോലെ വെച്ചിട്ടുള്ളതായിരിക്കും. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് കേട്ടോ. കാരണം ഇതൊരു നമുക്കൊരു വ്യൂ പോയിൻ്റ് എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോർട്ട് ലൂയിസ് മൊത്തം നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് ഉയരത്തിലാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇത് ചരിത്രപരമായിട്ടുള്ള കാരണത്താലാണ് എല്ലാവരും വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ടൂറിസ്റ്റ് ഇത് കാണാൻ വേണ്ടി തന്നെ, അതായത് ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ ഒരു ഏരിയ ആണ്. അതുകൊണ്ട് അത് കാണാൻ തന്നെ വരും. ഇത് മൊത്തം ചുറ്റിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഒരു 4 മതിൽക്കെട്ടുകളാണ് മൊത്തമായിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ടുണ്ടായിരുന്നത് സോൾജേഴ്സാണ് കേട്ടോ. 200ഓളം അധികം സോൾജേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പോർട്ട് ലൂയിസ് ഗോഡൗൺ ഇല്ല, ആ ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ ഈ കപ്പൽ ഷിപ്പൊക്കെ വന്ന് ഇറങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എനിമീസൊക്കെ വരുന്നുണ്ടെങ്കിലും ആ ഒരു ഏരിയയിൽ കൂടി ആയിരിക്കും വരിക എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കുറേ ബൈനോക്കുലറൊക്കെ കാണാൻ പറ്റും കേട്ടോ. അത് നമുക്ക് വീഡിയോയിൽ അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ 200ഓളം സോൾജേഴ്സ് ഇവിടെ എപ്പോഴും കാവലുണ്ടായിരുന്നു. എന്തെങ്കിലും വാറ് കാര്യങ്ങളൊക്കെ വരുമ്പം എല്ലാവരും ഈ ഒരു സ്ഥലത്താണ് പ്രൊട്ടക്ഷനായിട്ട് വന്ന് നിൽക്കാറുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഏതോ ഒരു കാലഘട്ടത്തിൽ വാറൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോഴും ഈ ഒരു ബിൽഡിങ്ങിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ മൗറീഷ്യസിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ ചരിത്രപരമായിട്ടുള്ള കഥകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നോർമൽ ടോക്കിങ്ങിലേക്ക് പോകാം. അപ്പം ഞങ്ങൾ 3 പേരാണ് കേട്ടോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനും ഏട്ടനും നീജിലേട്ടനും ഉണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ 2 പേരാണ് പോവാറുള്ളത്. ഇന്ന് കൂട്ടിന് ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട്. എപ്പോഴും പറയും പോലെ നമ്മുടെ ഓഫിൻ്റെ അന്നാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മൾ മിക്ക സമയത്തും ഞാൻ സെർച്ച് ചെയ്യാറുണ്ട് എവിടേക്കാണ് ഫേമസ് ആയിട്ടുള്ള സ്ഥലം എന്നുള്ളത്. അങ്ങനെ സെർച്ച് ചെയ്തപ്പം നമുക്ക് കണ്ടതാണ്. അതായത് നമ്മുടെ പോർട്ട് ലൂയിസ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള സ്ഥലത്ത് നമ്മൾ പോവാതിരിക്കുന്നത് മോശമല്ലേ, അത്രയും അടുത്തുള്ളതല്ലേ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്ഥലത്തിന് ഇത്രയും ചരിത്രപരമായിട്ട് കഥകളുണ്ട് എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളിതൊക്കെ അറിഞ്ഞത് കേട്ടോ. ഇങ്ങനെയാണ് സംഭവം, ഇതെന്താണ് എന്നുള്ളത്. ഇത് ജസ്റ്റ് ഞങ്ങളൊരു വ്യൂ പോയിൻ്റ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ചധികം കയറാനുണ്ടായിരുന്നു. നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റെപ്പൊക്കെ കയറി കുറച്ചധികം കയറാനുണ്ട്. നമുക്ക് ഇവിടേക്ക് വണ്ടിയിലും വരാം കേട്ടോ, കാറിൽ വരാം. നമുക്ക് താഴെ പോർട്ട് ലൂയിസിൽ നിന്നിട്ട് ടാക്സി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടെ എത്താൻ പറ്റും. ഇല്ല നടന്ന് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ നടന്ന് വരാം കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല. കുറച്ചൊന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബൈനോക്കുലർ ഇതാണ് കേട്ടോ. ചില ബൈനോക്കുലറിന് അതിൻ്റെ കണ്ണും മൂക്കും
നമുക്കൊന്നും ഇല്ല കേട്ടോ. കണ്ണ് മീൻസ് കാണാൻ പറ്റുന്നതൊന്നും ഇല്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് വരാൻ ഫീസും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ, ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും വരാം. ടൈമിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയോ 4 മണി വരെയോ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ പറയാനുള്ളത് ഭയങ്കര വെയിലാണ്. നമ്മൾ സാധാരണ പോർട്ട് ലൂയിസ് മാർക്കറ്റും ആ ഒരു ഏരിയയും ചുറ്റുന്നത് പോലെയല്ല, ഇവിടെ കയറി ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സൺ ടാൻ ആയിട്ടുണ്ട്, നല്ലോണം സൺ ടാൻ ആയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയില്ല, ചിലപ്പം അത്രയും ഉയരത്തിലായിരുന്നത് കൊണ്ടായിരിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ചുറ്റും മതിലുകളിലൊക്കെ അവിടേക്ക് ഇങ്ങനെ കണ്ടതിന് ശേഷം ഇതേപോലത്തെ ഒരു ചെറിയൊരു ഗുഹയുണ്ടായിരുന്നു കേട്ടോ. ഗുഹ എന്ന് പറയാനില്ല, 2-3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും, അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഞാൻ കാണിച്ചു തരാം, ആ ഒരു ഏരിയയിലാണ് ഈ സോൾജേഴ്സൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നത്, അവിടെയാണ് ഈ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നിട്ട് പെട്ടെന്ന് മേലേക്ക് വരാൻ, അതായത് എന്തെങ്കിലും ശത്രുക്കളുടെ സിഗ്നൽ അതോ എന്തെങ്കിലും കിട്ടുമ്പോൾ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് എന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. മൗറീഷ്യസിൽ വരുന്നവർ എന്തായാലും പോർട്ട് ലൂയിസ് മാർക്കറ്റും പോർട്ട് ലൂയിസിലുള്ള ഗൊഡോൺ അതൊക്കെ കാണാൻ എന്തായാലും വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടേക്കും കൂടെ ഒന്ന് കയറി വരുന്നത് നന്നായിരിക്കും കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരം അത്രേ ഉണ്ടാവുള്ളൂ. പോരാത്തതിന് ഫ്രീ ആണ്, ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടോളൂ കേട്ടോ, വേറൊരു വൈബ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നത് ഇവിടേക്കാണ് കേട്ടോ. ഇവിടെയാണ് ഈ സോൾജേഴ്സും പിന്നെ ഇതിൻ്റെ മെയിൻ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ താഴെയും ഇതേപോലെ തന്നെ ഉണ്ട്, അവിടെ പിന്നെ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല എന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് കാണുന്നത് അത് ഒറിജിനൽ തന്നെയാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പീരങ്കിയൊക്കെ ഒറിജിനലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു ഉൾവശത്തെ ഈ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്ത് വന്നു. പുറത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ് കേട്ടോ, നല്ല പവർഫുള്ളായിട്ടുള്ള മതിലുകളാണ്, ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ. പിന്നെ നമ്മൾ ഇങ്ങനെ പുറത്ത് എന്തെങ്കിലും ഉണ്ടോ, പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ളത് ഇങ്ങനെ നോക്കി വന്നതാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ചെടിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പിന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത്, ഇതാണ് ഈ ഒരു ഫോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഈ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഈ ആക്ടിവിറ്റീസ്, അതായത് എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തിനാന്നുള്ളത് അറിയില്ല, ചിലപ്പം ഈ പോർട്ട് ലൂയിസിൽ അതായത് ഈ ഒരു ഏരിയയിലുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വാമപ്പ് വർക്കൗട്ടുള്ള രീതി ചെയ്യാനായിരിക്കും. കാരണം ആ സ്റ്റെപ്പ് കയറുമ്പം തന്നെ ഏകദേശം വർക്കൗട്ടായി, പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്നുള്ളതുകൊണ്ടായിരിക്കും. ഇതെന്തിനാണ് ഇവിടെ വെച്ചുള്ളത് എന്നിട്ട് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഉയരത്ത് നിന്നിട്ട് നമുക്ക് ഈ കാണുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കാണാനുള്ളത്, ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. ഇത് പോർട്ട് ലൂയിസിൻ്റെ മൊത്തം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഇതെല്ലാം കണ്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ വേറെ എവിടെയെങ്കിലും അടുത്തെവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ തന്നെ പോർട്ട് ലൂയിസിൽ തന്നെ നമുക്ക് കുറേ വലിയ വലിയ ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ ടെമ്പിൾ ഉണ്ട്, ചൈനീസ് ടെമ്പിൾ, അങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സിതാദേൽ ഫോർട്ട് ആ ഒരു വഴി കൂടെ ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണുന്നത് ഈ കുതിര ഓട്ടം നടത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കുതിര പന്തയം അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ ചെന്നെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ കുറേ കുതിരകളുണ്ട് കേട്ടോ, ഒരുപാട് കുതിരകളുണ്ട്. ഇത് ഏത് ദിവസമാണ് ഇവിടെ ഈ ഒരു പരിപാടി നടത്തുന്നത് നമുക്കറിയില്ല. ഓരോരുത്തർ സ്വന്തമായിട്ട് കുതിരയുണ്ട്, എന്നിട്ട് അവർ തമ്മിൽ ഈ പന്തയം വെക്കുന്നത് പോലെ അങ്ങനെയാണ് ഇവിടെ നടത്തുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ സാറ്റർഡേ സൺഡേ എല്ലാ ദിവസങ്ങളും നമുക്ക് ഡ്യൂട്ടിയാണ്. ആകെ നമുക്ക് ഈ മൺഡേയോ ഇല്ലെങ്കിൽ ട്യൂസ്ഡേ ഏതെങ്കിലും ദിവസം നമുക്ക് ഓഫ് കിട്ടുള്ളൂ. അന്നത്തെ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാണാനുണ്ടാവില്ല. ഇതെനിക്ക് തോന്നുന്നു സാറ്റർഡേയോ സൺഡേയോ ഏതൊരു ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാവരുടെയും ഡ്യൂട്ടി ഇല്ലാത്ത സമയം എന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ. അപ്പോൾ അന്നാണെന്ന് തോന്നുന്നുണ്ട്, അവരങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഫീസും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്ക് കാണാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരുപാട് കുതിരകളുണ്ട് കേട്ടോ, എത്ര ഉണ്ട് എന്നൊന്നും എണ്ണി നോക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്കുണ്ട്. പിന്നെ ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനുണ്ടായിരുന്നത്, നല്ല ഭംഗിയായിട്ട് കുറേ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് തന്നെ ഇതുണ്ടായിരുന്നു കേട്ടോ, കസിനോ ഉണ്ടായിരുന്നു, ചെറിയൊരു കസിനോ. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ ഫോട്ടോ അങ്ങനത്തെ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ഇതിലെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കുതിരകളുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കണ്ടോ, AC-യും എല്ലാ ഫെസിലിറ്റിയോടും കൂടിയാണ് കേട്ടോ അവരിവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ എണ്ണം നമുക്ക് നോക്കാൻ പറ്റും, 23, 24 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അതിൻ്റെ അപ്പുറത്തെ
അപ്പുറത്തെ സൈഡിൽ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എത്രണ്ണം ഉണ്ട് ഇതിനകത്ത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു കുതിരയ്ക്ക് ഒരു ട്രെയിനർ അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ. അതായത് ഒരു കുതിരയ്ക്ക് ഒരാൾ അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നത് ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയയും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ പന്തയം വെച്ചതിൽ വിന്നർ ആവുന്നവർക്ക് പ്രൈസ് കൊടുക്കുന്നത് അതൊക്കെ ഇവിടെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ നമ്മളിങ്ങനെ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് നടന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേപോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെയുണ്ട് കുറേ കുതിരകൾ. ഇവിടെ ഇങ്ങനെ ട്രാക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന കുതിരകളാണ് ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഡൗട്ട് പറഞ്ഞത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. കാരണം ഇവിടെ ഇങ്ങനെ കുറച്ച് കുതിരകളുണ്ട്. പിന്നെ ഏകദേശം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ അയച്ചു വിടുന്നുണ്ട്. അവരെന്ത് സന്തോഷത്തോടെയല്ല തുള്ളി കളിക്കുന്നത് കാണാൻ. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് ഇവരിങ്ങനെ ട്രെയിൻ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ ചുറ്റിനും ഇങ്ങനെ ട്രാക്ക് ഉണ്ട് കേട്ടോ. അവർക്ക് റൺ ചെയ്യാനുള്ള ഏരിയകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്കൊരു അതിഥീനെ കിട്ടി കേട്ടോ. അതൊരു കുഞ്ഞു പൂച്ചക്കുട്ടിയാണ്. ഞങ്ങളിങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച അവസാനം നമ്മൾ വീട്ടിൽ കൊണ്ടുപോകേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോർട്ട് ലൂയിസിൽ തന്നെയുള്ള ഒരു ചർച്ചാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ചർച്ചാണ്. അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം ഇങ്ങനെ ഫേമസ് പ്ലേസും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു ചർച്ച്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. കാരണം നമുക്ക് അറിയില്ലായിരുന്നു ഇത് അത്രയും ഫേമസ് ആണെന്നുള്ള കാര്യം. അപ്പം ഇതും നമുക്ക് വന്ന് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഞങ്ങൾ ചെന്നു, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.